അപ്പോൾ കസ്റ്റമർ എനിക്കൊരു ഫോട്ടോ അയച്ചിട്ട് ഇതുപോലെ തയ്ച്ചു തരാൻ പറഞ്ഞതാണേ. അതിൽ കാണുന്നത് പോലെ തന്നെ വി കഴുത്ത് കൊടുത്തിട്ട് ക്രോസ് സിബാണ്. അപ്പം വീട് ആ ഒരു ഇങ്ങനെ ലൈസ് വെക്കത്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലാണ് നമുക്കൊരു സിബ് വെച്ചിട്ട് ലൈസ് കൂടെ കൊടുക്കാനുള്ളത്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം അത്. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാല് ഇവിടെ സിബില് പിൻ ചെയ്ത് വെച്ചത് നല്ല വശമാണ് സിബിന്റെയും സൂട്ടിന്റെയും കൊടുത്തേക്കുന്നത്. പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് തിരിച്ച് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടാണ് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത്. ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. അപ്പം നമ്മളിത് വെച്ച് അടിച്ചിട്ട് ഇനി നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചിടുകയാണ് കേട്ടോ. കണ്ട ഇങ്ങനെ തിരിച്ചിട്ടിട്ട് സിബ് ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് അത് അടിക്കണം. അത് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സിബ് കിട്ടും. എന്നിട്ട് ഇത് നമ്മളിനി ഇവിടെ നമുക്ക് ചെറിയ ഗ്യാപ്പ് ക്ലോസ് ചെയ്തടിക്കണം. ഇത് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതുണ്ട്, ഇത് ഈ ഒരു ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു അടി ഇങ്ങനെ കണ്ടിക്കണം. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കണം ഈ ഒരു സൈഡ്. അപ്പോഴും നമ്മൾ അതിനകത്ത് പിന്നീട് ലേസ് എല്ലാം കൊടുത്ത് അതേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. പിന്നെ പറഞ്ഞാൽ പ്രത്യേകത അതിനകത്ത് മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ സിബിന് കുറച്ച് ഇറക്കേ ഉള്ളത്. അപ്പോൾ ആ സിബിനെയും കാട്ടി കുറച്ചുകൂടെ താഴെ മാത്രം, ഞാൻ ഫുള്ള് റൗണ്ട് സൈഡ് വരെ വെച്ചിട്ടില്ല. സിബിനെയും കാട്ടി കുറച്ചുകൂടെ താഴോട്ട് മാത്രം ലേസ് വെച്ചിട്ടുള്ളൂ. അത്രയും മതിയെന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം.